ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മാവൊന്നും കുഴച്ച് കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാകും നല്ലത്. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ ക്യാപ്സിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അതും ഇതുപോലെ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സോട്ടിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറിയും ഒരുപാട് അങ്ങ് വാടി കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബോൺലെസ് ആയിട്ടുള്ളത്. അതൊന്ന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ പിച്ചിയെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യൂട്ടോ. ആ ഒരു വെള്ളം ചേർക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പച്ചക്കറി ചേർത്തതിലും ഒക്കെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് അവസാനം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ എരിവിന് പാകത്തിന് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സുമാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടാണ് ഉണ്ടാകുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതും സ്കിപ്പ് ചെയ്യാതെ ചെയ്യൂ. അപ്പോഴാണ് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ ആ ഒരു പച്ചക്കറിയിലൊക്കെ പിടിച്ച് കിട്ടുക. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പാത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മൈദ ആ ഒരു ഓയിൽ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യുക. ആ ഒരു മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൈദ ചേർത്തിട്ട് നമ്മൾ പാലും കൂടെ ചേർത്തതിന് ശേഷമാണ് ആ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് മൈദ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവ് പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവ് പാലാണ് 1 ടേബിൾ സ്പൂൺ അളവ് മൈദക്ക് പാകമായിട്ടുണ്ടാകുക. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പാല് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു ക്രീമി ആയി വരുന്നത് വരെയാണ് നമ്മളിത് സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം വലിയ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചതാകുമ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒന്ന് നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം.
ഈ കട്ട് ചെയ്തത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 4 ഭാഗത്തായിട്ടും വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മിക്സ് ഉണ്ടാക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഫില്ലിംഗ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ആ ഒരു രണ്ട് ഭാഗങ്ങളും നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഒരു വെള്ളമാക്കിയത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് സീലായി കിട്ടിക്കോളും. അഥവാ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ മുട്ടയിലാണ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ മുട്ടയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാലും മുട്ടയും മിക്സ് ചെയ്തിട്ടും ചേർത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഏകദേശം 4 ബ്രെഡോളം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ആ ഒരു മുട്ടയിൽ ഒന്ന് നല്ലപോലെ മുക്കിയെടുക്കുക. എക്സസ് ആയിട്ടുള്ളത് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ പലഹാരം സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് മൈദ മിക്സ് ഉണ്ടാക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അനക്കാനൊന്നും നിൽക്കണ്ട. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമേ മറിച്ചിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.